തിരുവനന്തപുരത്തെ ബാറിന് മുന്നിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത 38-കാരനെ നിലത്തിട്ട് ചവിട്ടി പോലീസ്. അഴൂർ സ്വദേശിയായ വിജീഷാണ് അതിക്രമം നേരിട്ടത്. വൈദ്യപരിശോധന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരുന്നു ചിറയൻകീഴ് പോലീസിന്റെ മർദ്ദനം. ബൂട്ടിട്ട കാലുകൊണ്ട് വിജീഷിനെ ചവിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതേസമയം വിജീഷ് വൈദ്യപരിശോധനയ്ക്ക് വിയോജിച്ചെന്നും ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. അമൽ തേനമ്പറമ്പിൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. വൈദ്യപരിശോധനയ്ക്ക് വിയോജിച്ചു എന്നാണല്ലോ പറയുന്നത്, എന്താണ് വിശദാംശം? മോത്തി, ഇന്നലെ ചിറയൻകീഴിലെ ഒരു ബാറിന് മുന്നിൽ നിന്നുമാണ് ഈ വിജീഷിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ബാറിന് തൊട്ട് മുന്നിൽ നിന്നുമാണ്. സാധാരണ നിലയിൽ ബാറിന് മുന്നിൽ അങ്ങനെ അത്തരത്തിൽ പരിശോധനകൾ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അവിടെ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് വിജീഷ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബഹളം വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആശുപത്രിയിൽ എത്തുമ്പോൾ ആശുപത്രിയിൽ ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോൾ അവിടേക്ക് ടേബിളിലേക്ക് മറിഞ്ഞു വീണു വിജീഷ് എന്നുള്ളതാണ് ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെ മറിഞ്ഞു വീണപ്പോൾ വിജീഷിനെ അവിടെ നിന്നും പിന്നീട് വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് വിജീഷ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ആശുപത്രിക്കുള്ളിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണം എന്നുള്ളൊരാവശ്യമാണ് വിജീഷിന് ഒപ്പമുള്ളവർ ഉന്നയിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് തന്ന ആളുകൾ ഉന്നയിക്കുന്നത്. ആ അകത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അകത്ത് വെച്ചും വിജീഷിനെ ക്രൂരമായി മർദ്ദിച്ചു പോലീസ് എന്നുള്ളതാണ് പറയുന്നത്. ബഹളമുണ്ടാക്കുന്ന ഒരാളെ അല്ലെങ്കിൽ മദ്യപിച്ച ഒരാൾ ഇത്തരത്തിലാണോ പോലീസ് കൈകാര്യം ചെയ്യേണ്ടത്? മദ്യപിക്കുന്നത് അല്ലെങ്കിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതൊക്കെ പ്രശ്നമാണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 2 പോലീസുകാരാണുള്ളത്. പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നതായി ഈ ദൃശ്യങ്ങളിലില്ല. പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വസ്ത്രങ്ങളടക്കം വലിച്ചു മാറ്റി നിലത്തിട്ട് ആ കയ്യിൽ ബൂട്ട് കൊണ്ട് ചവിട്ടുന്നത് കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം വലിച്ചിഴച്ചാണ് ഒരാളെ കൊണ്ടുപോകുന്നത്. അവിടെ മറ്റു പോലീസുകാരും ഉണ്ടായിരുന്നു. ആളെ ഒന്ന് എടുത്തുയർത്തി കൊണ്ടുപോകാൻ പോലും അവർ തയ്യാറായില്ല. വലിച്ചിഴച്ചാണ് കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടറെ എന്ന് നിരന്തരമായി വിജീഷ് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശത്തായിരുന്നു വിജീഷ് ഉണ്ടായിരുന്നത്. ഇതിനു മുൻപ് മറ്റേതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളോ അല്ല വിജീഷ് എന്നുള്ളതാണ് അവരുടെ സുഹൃത്തുക്കളെല്ലാം വ്യക്തമാക്കുന്നത്. ഇപ്പോഴെന്തായാലും പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലാണോ കസ്റ്റഡിയിലെടുക്കുന്ന ഒരാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകേണ്ടത് എന്ന ചോദ്യമാണ് വരുന്നത്. പക്ഷേ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കെതിരെ കൃത്യമായ നിയമ നടപടി ഉണ്ടാകണം. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഒരാളെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ പോലീസിന് എന്താണ് അധികാരം എന്നുള്ളത് മാത്രമാണ് ഒറ്റ ചോദ്യം. തീർച്ചയായും.